എല്ലാവർക്കും മച്ചക്കല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നൊരു എഗ്ലെസ് സ്ട്രോബെറി ചീസ് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. മിൽക്ക് പാത്രത്തിന്റെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് 250 ml ഫ്രഷ് ക്രീം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിവിടെ ക്രീം ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ക്രീമും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. പാല് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 1 ലെമണിന്റെ ജ്യൂസാണ്, ഒരു വലിയൊരു ലെമൺ എടുത്തിട്ട് അത് വേണം, അതിന്റെ ജ്യൂസ് വേണം ഒഴിച്ചു കൊടുക്കാൻ. നമ്മളിപ്പോൾ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് പാലും വാട്ടറുമായിട്ട് ഇത് സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വൃത്തിയുള്ള കോട്ടൺ തുണി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കട്ടി കുറഞ്ഞ തുണി വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി, ഒരു ഫ്രഷ് വാട്ടർ കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഒരു പുളിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് മാറി കിട്ടും. അതുപോലെ നമുക്കത് തണുത്ത് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് കഴുകി എടുക്കാം. ഇനി ആ തുണിയെല്ലാം ഒന്ന് ചേർത്ത് പിടിച്ച് നമുക്കിതിലെ വെള്ളമെല്ലാം ഒന്ന് പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് പ്രസ് ചെയ്ത് പിടിക്കണ്ട, ചെറുതായിട്ട് ആ ഒരു ഡ്രോപ്പ് ആയിട്ട് വീഴുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ നമുക്കിത് അരച്ച് എടുക്കാം. നല്ല ക്രീമായിട്ട് നമുക്കത് അരച്ചെടുക്കണം. ഇതിലേക്ക് 1 പിഞ്ച് സോൾട്ട് കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ക്രീം ചീസ് തയ്യാറായിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഫ്ലേവർ ചേർത്ത് നമുക്ക് ബ്രെഡിലോ ചപ്പാത്തിയിലൊക്കെ തേച്ച് കഴിക്കാനും നല്ലതാണ്. ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ മതി. നമ്മളിവിടെ ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല, കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഒരു 140 ഗ്രാം ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 80 ഗ്രാം മെൽറ്റഡ് ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ആരോറൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. വേറെ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും, ക്രീം ഒന്നും ഇല്ലാത്ത ബിസ്ക്കറ്റ് വേണം എടുക്കാൻ. എടുത്ത് ഇതേ രീതിയിൽ പൊടിച്ചെടുത്താൽ മതി. നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. 300 ഗ്രാം ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് കർഡാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 3/4 കപ്പ് ഫ്രഷ് ക്രീം, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1 ടീസ്പൂൺ വാനില എസൻസ്, ഒരു 100 ഗ്രാം ഫ്രഷ് സ്ട്രോബെറി പീസസ് ആക്കിയതും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരു കേക്ക് ടിന്നിന്റെ ഷേപ്പിൽ നമുക്ക് എല്ലാ സൈഡിലും ഒരേ ലെവലിലാവത്തക്ക വിധത്തിൽ ഒന്ന് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു എന്തെങ്കിലും വെയിറ്റ് ഉള്ള ഒരു എന്തെങ്കിലും കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മാഷർ ഉപയോഗിച്ചിട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ ലെവലായിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ബൗൾ അങ്ങനെ എടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. അത് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ തയ്യാറാക്കുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് സെറ്റായി വരും. നമുക്കിതങ്ങ് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം.
ഫ്രിഡ്ജിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ ക്രീം നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്ത് ഒരു സ്ട്രെയിനറിലൂടെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്തെങ്കിലും തരികൾ ഉണ്ടെങ്കിൽ അങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ച് നമുക്ക് എടുക്കാം. നല്ല പിങ്ക് കളർ കിട്ടിയിട്ടുണ്ട്, സ്ട്രോബെറി ഒക്കെ ചേർത്ത് കൊണ്ടാണ്. ഇനി നമുക്ക് ഈ കേക്ക് ടിന്നിൽ നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിനെ ഒരു സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. സ്റ്റീമർ ഉള്ളവർക്ക് സ്റ്റീമറിലേക്ക് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിൽ ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റീം ചെയ്തെടുക്കുന്നതുണ്ട്. ഇനി ആവി വന്ന് ഇതിനകത്ത് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് കവർ ചെയ്ത് വേണം ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിന് മുകളിൽ ഒരു ഹൈറ്റുള്ള പാത്രം ഏതെങ്കിലും ഇറക്കി വെച്ചിട്ട് അതിന് മുകളിൽ വേണം ഇത് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാൻ. ഡയറക്റ്റ് വെള്ളത്തിൽ വെച്ചല്ല എടുക്കുന്നത്. സ്റ്റീമർ ഉള്ളവർക്ക് അതിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. ഇത് കേക്ക് ടിന് വലുതായതുകൊണ്ട് എൻ്റെ സ്റ്റീമറിൽ ഇത് വരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു നല്ലൊരു മൂടി വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1 ഹവറാണ് സ്റ്റീം ചെയ്തെടുക്കാൻ ആവശ്യമുള്ള സമയം. ഗ്യാസ് സിമ്മിൽ വെച്ച് വേണം സ്റ്റീം ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു മണിക്കൂറും ഒരു 15 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഞാനൊരു മണിക്കൂർ കഴിഞ്ഞ് കുറച്ചുകൂടെ സമയം വെച്ചിരുന്നു. അതിന് ശേഷമാണിത് നമ്മളിപ്പം തുറക്കുന്നത്. ഇപ്പം ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പം കൂടുതൽ സമയം വെച്ചതുകൊണ്ടായിരിക്കും ചെറിയൊരു പൊട്ടൽ പോലെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ കറക്റ്റ് 1 മണിക്കൂർ വെച്ചാൽ മതി. നന്നായിട്ട് റെഡിയായി കിട്ടും. പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഇതിന് മുകളിൽ സ്ലൈസ് ചെയ്ത ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ടാണ് നമ്മളിത് ഗാർണിഷ് ചെയ്തെടുക്കുന്നത്. വളരെ ഭംഗിയുള്ള, കാണാൻ വളരെ ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്കാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. എഗ്ഗിൻ്റെ ആവശ്യമില്ല, ബേക്ക് വേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്